ഇലക്ട്രോണിക്സ് എനിവെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ശരിയാക്കാൻ പോകുന്ന ഒരു FM റേഡിയോ ബോർഡാണ്. അപ്പോൾ ഈ റേഡിയോ നമ്മളൊരു സബ്സ്ക്രൈബർ അയച്ചതെന്നാണ് റേഡിയോയുടെ ബോർഡ്. ഇത് മാത്രമല്ല, കുറച്ച് വേറെ FM-ൻ്റെ ബോർഡുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ കണക്ഷൻ കൊടുക്കുന്ന മുമ്പ് കമ്പോണൻറ്റുകൾ കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഗ്യാങ് കപ്പാസിറ്റർ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു വോളിയം കൺട്രോളാണ്. അതും കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സർക്യൂട്ട് നോക്കി എവിടെയൊക്കെയാണ് കറക്റ്റായിട്ട് സ്പീക്കർ കണക്ഷനും അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് സപ്ലൈ ഒക്കെ വരുന്നത് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി നമുക്കിത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ഗ്യാങ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാങ് കപ്പാസിറ്ററിൻ്റെ നമ്മൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഗ്യാങ് കപ്പാസിറ്ററിന് ഇതിൻ്റെ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്. ഇത് FM സൈഡ് ഏതാണ് AM സൈഡ് ഏതാണെന്നുള്ളത് മിക്ക ആൾക്കാർക്കും കൺഫ്യൂഷനാണ്. അപ്പോൾ എളുപ്പമുള്ളൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതിനകത്ത് ഇതുണ്ടോ, ഈ സൈഡിൽ ഇങ്ങനെ ഒരു 3 പിന്ന് കാണും, ഈ സൈഡിലാണ് ഒരു പിന്നും കാണും, അതാണ് FM സൈഡ്. അപ്പോൾ AM സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ട്രിമ്മറിൻ്റെ കണക്ഷൻ പ്രത്യേകമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സൈഡിൽ 2 കണക്ഷൻ, മറു സൈഡിലും 2 കണക്ഷൻ, പിന്നെ നടുക്ക് വന്നിട്ട് അതിൻ്റെ എർത്തായിരിക്കും. ട്രിമ്മറിൻ്റെ എർത്തും വരും, അതുപോലെ തന്നെ നമ്മുടെ ട്യൂണിങ് കപ്പാസിറ്ററിൻ്റെ എർത്തും വരും. അപ്പോൾ അത് നോക്കിയാൽ മതി, എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FM AM തിരിച്ചറിയാനായിട്ട്, ഈ FM-ന് അതായത് അതിനകത്തുള്ള പ്ലേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ എണ്ണം കുറവായിരിക്കും. അതിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വശമാണ് FM-ൻ്റെത്. AM-ൻ്റെ ഇച്ചിരി എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ ആ സൈഡിലുള്ളത് AM. ഇത് വളരെ സിമ്പിളായിട്ട് ഈ ട്യൂണിങ് കപ്പാസിറ്ററല്ല, വേറെ ഏതെങ്കിലും ആയാലും നമുക്ക് ഈ മെത്തേഡ് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് പഠിപ്പിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു 10-500 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന റേഡിയോയുടെ ബോർഡാണിത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ രസമെന്ന് പറയുക, റേഡിയോ സർവീസിങ് മിക്കവാറും എല്ലാവരും നിർത്താൻ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം നഷ്ടമാണ്. പിന്നെ കാരണം ചില കംപ്ലൈൻ്റൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കണ്ടുപിടിച്ചാൽ തന്നെ ചിലതിൽ കമ്പോണൻറ്റുകൾ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ കമ്പോണൻ്റ് ഇല്ലാത്ത സാധനം നമ്മൾ ആ ഫാൾട്ട് എല്ലാം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അത് മാറിയിട്ട് കഴിഞ്ഞാൽ ശരിയാവും. പക്ഷെ കമ്പോണൻ്റ് ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ അത്രയും നേരം കിടന്ന് കഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഫലം ഇല്ലാതെ വരും. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇപ്പോൾ ആരും റേഡിയോ സർവീസിങ്ങിനായിട്ട് എടുക്കാത്തത്. ഓക്കെ, അപ്പോൾ നമുക്കിത് സോൾഡർ ചെയ്യാം. ഈ IC സർവ്വസാധാരണമാണ്, മാർക്കറ്റിലൊക്കെ കിട്ടും, ചില സ്ഥലങ്ങളിൽ കിട്ടാനില്ല. ഇത് ഓൺലൈനിലൊക്കെ ഉണ്ട്. ഇതിന് 100 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പം ഈ IC പോയി കഴിഞ്ഞാൽ നമ്മൾ 100 രൂപയാണ് ഇതിൻ്റെ വില. അത് മാത്രമല്ല, ഇത് നമ്മുടെ കസ്റ്റഡിയിൽ വരണമെങ്കിൽ തന്നെ അതിൻ്റെ ഷിപ്പിംഗ് ചാർജും അതെല്ലാം കൂടെ കൂട്ടി, കൊറിയറും അതും ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 100-150 രൂപയോളം നമ്മുടെ കയ്യിൽ ആവും. അപ്പം നമ്മളെങ്ങനെ ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് സാധാരണഗതിയിൽ ഒരു സർവീസ് ചെയ്തിട്ട് നമ്മൾ പൈസ വാങ്ങിക്കും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ കൂടുതലും പഴയ റേഡിയോ തന്നെയാണ് സർവീസ് ചെയ്യാനും കൂടുതലായിട്ട് എടുക്കുന്നത്. കാരണം വെച്ചാൽ അതിൻ്റെ പഴക്കത്തിനനുസരിച്ച് അതിന് മൂല്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും കമ്പോണൻ്റൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയിടാനൊക്കെ പറ്റും. IF സ്റ്റേജ് ആയാലും RF സ്റ്റേജ് ആയാലും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാം. പക്ഷേ ഇതിൻ്റെ കേസിൽ ഇതാണ് വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്നൊരു ബോർഡാണ്. ഇതിൻ്റെ ബോർഡും അല്ലാതുള്ളത് കൊണ്ട് 150-200 രൂപ കൊടുത്താൽ കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ കൺട്രോൾ ഒന്ന് പിടിപ്പിക്കാം. ഇപ്പോൾ വിത്ത് സ്വിച്ചുള്ളതാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൺട്രോൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി കണക്ഷൻ കൊടുക്കണം. കണക്ഷൻ കൊടുത്തിട്ട് ഇത് ഓണാക്കി നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതിൻ്റെ പവർ സപ്ലൈ കണക്ഷൻ കൊടുക്കാം. ആദ്യമായിട്ട് പോസിറ്റീവ് സപ്ലൈ ആണ്. അപ്പോൾ ഈ IC CXA 1619 BS-ൻ്റെ 30 കാലമായിരിക്കും.
അതിൻ്റെ 27ാമത്തെ കാലിലായിരിക്കും പോസിറ്റീവ് സപ്ലൈ വരുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ പിന്നാണ്. ഈ ഡോട്ട് വന്ന് ഇത് നേരെ ഓപ്പോസിറ്റ് 30 ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങോട്ട് എണ്ണം 30, 29, 28, 27. 27ാമത്തെ പിന്നാണ് പോസിറ്റീവ്. അതാണ് നമുക്ക് സ്വിച്ചിലോട്ട് കൊടുക്കാം. സ്വിച്ചിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നെഗറ്റീവ് സൈഡാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് സപ്ലൈ കൊടുക്കണം. അപ്പോൾ നെഗറ്റീവ് വന്നിട്ട് ഇതാണ്, അതായത് 12ാമത്തെ പിന്ന് 1, 2 അതെല്ലാം നെഗറ്റീവ് സപ്ലൈ ആണ്. അപ്പോൾ ഒന്നാമത്തെ തന്നെ നമുക്ക് നോക്കാം. കണ്ടോ, ഒന്നാമത്തെ പിന്ന് ഇത് ഷോർട്ടായി. അപ്പോൾ ഇവിടെ കൊടുക്കാം നമുക്ക് നെഗറ്റീവ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് സ്പീക്കർ ലൈനാണ് കൊടുക്കേണ്ടത്. അത് ഐസിയുടെ 28ാമത്തെ പിന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതുണ്ട്, ഈ സൈഡ് 30. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എണ്ണം 30, 29, 28 ഇതാണ്. കണ്ടോ, അപ്പോൾ ഇവിടുന്ന് വരും. അവിടെ കപ്പാസിറ്റർ ഇട്ട് വഴിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു വശം നെഗറ്റീവാണ്, അത് ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്കത് സ്പീക്കറിലോട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഐസിയുടെ നേരിട്ടാണ് ഇതിൻ്റെ കണക്ഷൻ പോയേക്കുന്നുണ്ട്. നമ്മൾ വോൾട്ടേജ് ഒത്തിരി ഒന്നും കൊടുത്തുകൂടാ. ഒരു 4.5 വോൾട്ടിന് മേളിൽ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഐസി അടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. റെസിസ്റ്റർ വഴിയൊക്കെ ഇട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ സ്പീക്കർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പവർ സപ്ലൈ കണക്ട് ചെയ്യണം. ഞാനിവിടെ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലോട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കണക്ഷൻ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോമറാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഇതിന് ആൻറ്റിനയുടെ കണക്ഷനുണ്ട്, അത് വിട്ടുപോയതാണ്. അപ്പോൾ ആൻറ്റിന കണക്ഷനോടെ ചെയ്യണം. ആൻറ്റിന വന്നിട്ട് 13ാമത്തെ പിന്നാണ്. ഈ അറ്റത്താണ് 15ാമത്തെ പിന്ന്. അവിടെ നമുക്ക് ഇന്ന് നോക്കാം. 15, 14, പിന്നെ 13. 13ാമത്തെ പിന്നിൽ നിന്ന് കപ്പാസിറ്റർ ഇട്ട് അവിടെ നിന്നാണ് ഇത് കണക്ഷൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ആയിട്ടാണ് അതിൻ്റെ ആൻറ്റിന കണക്ഷൻ വരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആൻറ്റിനയുടെ കണക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആൻറ്റിനയുടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. എങ്ങനെ ഉണ്ട്, വർക്കിംഗ് ആണോ, ഇനി ഐസി വല്ലതും പോയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ടോണി കറക്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മളിത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കാം, നമുക്ക് സ്റ്റേഷൻ വെള്ളം കിട്ടുന്നുണ്ടോ. ഓക്കെ, നല്ല ഭംഗിയായിട്ട് കണ്ടോ, നല്ല ക്ലീനായിട്ട് എഫം കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ രണ്ട് FM സ്റ്റേഷൻ മാത്രമേ ക്ലിയറായിട്ട് കിട്ടാറുള്ളൂ. കാരണം ഇവിടെ അടുത്തെങ്ങും FM ഇല്ല, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ നമുക്ക് വേറെ സ്റ്റേഷൻ കൂടെ നോക്കാം. ഏതെങ്കിലും FM ബോർഡൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കണക്ഷൻ തന്നെ ആയിരിക്കും എല്ലാത്തിനും വരുന്നത്. അപ്പം ഈ രീതിയിൽ നമുക്ക് കണക്ഷൻ കൊടുത്തെടുക്കാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത്
ഓരോ ഭാഗത്തെ ഓരോ സാധനങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പം ഈ ഫിൽറ്റർ ഉണ്ട്, ഈ ഫിൽറ്റർ പോയി കഴിഞ്ഞാൽ ഇത് IF ഫിൽറ്ററാണ്. ഈ ഫിൽറ്റർ പോയി കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഒന്നും കിട്ടത്തില്ല, പക്ഷേ ഈ എരപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ഇതാണ് ഓസിലേറ്റർ കോയിൽ. ഇത് അതിൻ്റെ ആർഫാണ്, ഇത് ആൻറ്റിന കോയിൽ. FM-ൽ നിന്ന് നമ്മുടെ ഓഡിയോ വേർതിരിക്കുന്ന ആ സാധനമാണ്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയാലും നമുക്ക് ശബ്ദം തന്നെ ക്ലിയറായിട്ട് കിട്ടത്തില്ല. പിന്നെ അപ്പം ഇത്രയൊക്കെയാണ് സാധാരണ FM റേഡിയോയ്ക്കകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.